സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകി നടി ശ്രീലേഖ മിത്ര ലൈംഗിക താത്പര്യത്തോടെ സ്പർശിച്ചെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ശ്രീലേഖ പറയുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ ശ്രീലേഖ സ്വീകരിച്ച നിലപാട് താനൊരു നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്നതാണ്. എന്നാൽ രഞ്ജിത്ത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ സത്യം പുറത്തു വരണം, നിയമ നടപടിയിലേക്ക് പോകും എന്നതാണ്. ഇപ്പോൾ ആദ്യം പരാതി നൽകുന്നു ശ്രീലേഖ. അവർ എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? എവിടെ വെച്ച് അതിക്രമം ഉണ്ടായി തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ലേ? രഞ്ജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു ശ്രീലേഖ മിത്ര. അവർ വെളിപ്പെടുത്തൽ നടത്തിയത് ആദ്യം 24-ലൂടെയാണ്. അന്നവർ വ്യക്തമാക്കിയത് ഒരു നിയമ നടപടിയിലേക്ക് പോകുക തൻ്റെ ഉദ്ദേശ്യമല്ല എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയണം എന്നത് അവർ എടുത്തു പറഞ്ഞിരുന്നു. പിന്നീട് രാജിവെച്ചു കഴിഞ്ഞ് രഞ്ജിത്തിൻ്റെ പ്രതികരണം ഇതിൽ സത്യം തെളിയേണ്ടതുണ്ട്, താൻ നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കൊച്ചി കമ്മീഷണർക്ക് ശ്രീലേഖ മിത്ര പരാതി നൽകിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു, ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെ വെച്ചാണ് ഈ അതിക്രമം ഉണ്ടായത്, ഫ്ളാറ്റിൽ വെച്ചാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. ആരെയൊക്കെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് ആ സമയത്ത്? ഇത് മുൻപ് നടന്ന ഒരു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ വിശദാംശങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായുള്ളത്. ബൽറാം, തുടക്കത്തിൽ നിയമ നടപടിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രഞ്ജിത്ത് ഒരു നിയമ നടപടിയിലേക്ക് പോകും, സത്യം തെളിയിക്കണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയൊരു നിലപാട് മാറ്റം? എന്താണ് ഇവരുടെ പരാതി? കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കുന്നില്ലേ അതിൽ? തീർച്ചയായും അനുജ, നേരത്തെ 24-നോട് പങ്കുവച്ച ആ വിശദാംശങ്ങൾ മുഴുവൻ വിശദീകരിക്കുന്നത് തന്നെയാണ് ഈ പരാതി. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സമിതിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ പരാതി ആവശ്യപ്പെടുകയാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറാണ് എന്ന് ശ്രീലേഖ മിത്ര 24-നോട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ താൻ തന്നെ മുൻകൈ എടുത്ത് പരാതി നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലായിരുന്നു. മറിച്ച് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ, അവരെ പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് തന്റെ നിലപാട് എന്നും അതാണ് താൻ ഇക്കാര്യത്തിലും ചെയ്തിരിക്കുന്നത് എന്നുള്ളതുമായിരുന്നു അവരുടെ നിലപാട്. എന്നാൽ കടുത്ത നീക്കത്തിലേക്ക്, നിയമപരമായുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല, നടന്നത് ഒരു ലൈംഗിക അതിക്രമമല്ല, അതിനുള്ള ശ്രമം മാത്രമാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ പരാതി ഔദ്യോഗികമായി നൽകേണ്ടതില്ല എന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും പരാതി നൽകാനും ഉള്ള ഒരു നീക്കം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ പരാതി ശ്രീലേഖ മിത്ര നൽകുന്നത്. ഈ വിഷയത്തിൽ കൊച്ചിയിൽ എത്തിയതിന്റെയും ഒപ്പം തന്നെ ഈ അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ എല്ലാം തന്നെ സാക്ഷികളും അത് ഈ മറ്റ് തെളിവുകളും തന്റെ പക്കലുണ്ട് എന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കാണിക്കുന്നതാണ് ഈ പരാതി. എന്തായാലും രഞ്ജിത്ത് ഇത്തരത്തിലൊരു നടപടി, നിയമപരമായ നീക്കങ്ങളിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ശ്രീലേഖ മിത്രയും നിയമപരമായി ഇക്കാര്യത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ബൽറാം, ഇവിടെ നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ അവരെ മായി ബന്ധപ്പെടുകയുണ്ടായോ? ഇത്തരത്തിൽ കാര്യങ്ങൾ ആരാഞ്ഞോ? അങ്ങനെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുജ, പോലീസ് ഇവരുമായി സംസാരിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ ഇക്കാര്യത്തിൽ എന്നാൽ പരാതി വേണ്ട, ഇതൊരു ലൈംഗികാതിക്രമമല്ല, അതിനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് തന്നെ പരാതി നൽകേണ്ടതില്ല എന്നും ഇത് ഒരു തുറന്നു കാണിക്കുക മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു നിലപാട് മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പരാതിയിൽ മറ്റ് കൃത്യമായ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അക്കാര്യം നിയമപരമായ നടപടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തന്റെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ ഇവ സ്പർശിച്ചു എന്നും ഇത് കൊച്ചിയിലെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് ഇക്കാര്യത്തിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശ്രീലേഖ മിത്രയും താൻ ഉന്നയിച്ച വിഷയങ്ങൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടി വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. അതിക്രമം ഉണ്ടായത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ്. ഈ പരാതിയിൽ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ?
അനുജ, ഇമെയിൽ മുഖേനയാണ് ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറിയിരിക്കുന്നത്. പരാതി പോലീസ് വിശദമായി പരിശോധിച്ച് വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഈ പരാതി ഒരുപക്ഷെ അവർക്ക് കൈമാറാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഒരുപക്ഷെ FIR ഇവിടെ ഇട്ട ശേഷം ഈ കേസ് അങ്ങോട്ടേക്ക് കൈമാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്ഷൽ ഇൻറ്റൻസോടുകൂടി തന്നെ കയറിപ്പിടിക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതിവൃത്തം. നേരത്തെ ശ്രീലേഖ മിത്ര മാധ്യമങ്ങളോട് അടക്കം പ്രതികരിച്ചത് താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നെല്ലാമാണ്. പക്ഷേ അവർ നിലവിൽ ഇമെയിലായി പരാതി നൽകിയിരിക്കുന്നു. ഇനി ഇതിന്മേലൊരു തുടർ നടപടി ഉണ്ടാകും. കേസെടുക്കാത്തത് അല്ലെങ്കിൽ ആരോപണം മാത്രമാണ് ഇതെന്ന അന്തരീക്ഷത്തിൽ ഉയർന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിരിക്കുന്നു. രഞ്ജിത്തിനെതിരെ പരാതി വന്നിരിക്കുന്നു. ഇനി പോലീസിന്റെ ഇടപെടലാണ് ഈ കേസിൽ ഈ പരാതിയിൽ ഏറ്റവും നിർണായകം. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപക്ഷെ ഈ പരാതി നൽകാനുള്ള സാധ്യതയാണുള്ളത്. ഇതിന്റെ പ്ലേസ് ഓഫ് ഒക്കുറൻസ് കടവന്ത്രയിലാണ്. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് രഞ്ജിത്ത് ഇത്തരത്തിൽ മോശമായി ശ്രീലേഖ മിത്രയോട് പെരുമാറിയതെന്ന് കഴിഞ്ഞ ദിവസം ഈ ജോഷി ജോസഫ് അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് പ്ലേസ് ഓഫ് ഒക്കുറൻസ് ഇവിടെയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൊച്ചി സിറ്റി പോലീസിൽ തന്നെ പരാതി നൽകിയിരിക്കുന്നത്. ഇനി പരാതിയിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്ന് വിശദമായി ആലോചിക്കുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. അനുജ, വിഷ്ണു, ഇതിൽ ഈ പരാതിയിൽ കൃത്യമായി തന്നെ എന്തെല്ലാം സംഭവിച്ചത് കുറച്ച് നാളുകൾക്ക് മുൻപുണ്ടായ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആരോടൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തുടങ്ങിയതൊക്കെ വിശദമായി തന്നെ പരാതിയിലുണ്ടോ? നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്? അനുജ, നടന്ന വർഷം, നടന്ന സ്ഥലം, എന്താണ് സംഭവിച്ചത്, ആരാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്, അതിനുശേഷം താൻ രക്ഷപ്പെട്ട രീതി, അല്ലെങ്കിൽ താൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ആരോടെല്ലാം ഇക്കാര്യങ്ങൾ പറഞ്ഞു, തന്നെ രക്ഷിച്ചത് ആരാണ്, ആ കാര്യങ്ങളെല്ലാം സമഗ്രമായി പരാതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കടവന്ത്രയിലെ ഫ്ളാറ്റിലാണ് ഇത് നടന്നത്. തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് രഞ്ജിത്താണ്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ അതിൽ അഭിനയിക്കുന്നതിന് വേണ്ടി തന്നെ വിളിച്ചു വരുത്തി. ഫ്ളാറ്റിൽ കഥ ഡിസ്കസ് ചെയ്യാനെന്ന പേരിലാണ് തന്നെ വിളിച്ചു വരുത്തിയത്. അവിടെ വെച്ചാണ് രഞ്ജിത്ത് സെക്ഷൽ ഇൻറ്റൻസോടുകൂടി തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ശ്രീലേഖ മിത്ര ഈ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് പോരുകയായിരുന്നു. ജോസഫിൻ്റെ വീട്ടിലാണ് താൻ പിന്നീട് കഴിഞ്ഞത്. അവിടെ നിന്ന് പിന്നീട് താൻ കൊൽക്കത്തയിലേക്ക് മാറുകയായിരുന്നു എന്നെല്ലാം അവർ ഈ പരാതിയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് ഈ പരാതിയിൽ മേൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലേസ് ഓഫ് ഒക്കുറൻസ് കൊച്ചിയാണ്, കടവന്ത്രയാണ്. അതുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും. പക്ഷേ നിലവിൽ തിരുവനന്തപുരത്ത് സർക്കാർ ഇടപെട്ട് തന്നെ ഈ കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് പിന്നാലെ വന്ന ഇത്തരം ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഈ പരാതി ഒരുപക്ഷെ അവർക്ക് കൈമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് സാങ്കേതികത്വം നിലനിൽക്കുന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ഹേമ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആണോ ആ കമ്മിറ്റി അല്ലെങ്കിൽ ആ അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്നൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ പരാതി ആ അന്വേഷണ സംഘത്തിലേക്ക് കൈമാറില്ല. കൊച്ചി സിറ്റി പോലീസ് നേരിട്ട് ഈ കേസ് അന്വേഷിക്കും. കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കും ആ കേസ് വരിക. ആ കടവന്ത്ര പോലീസ് ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. അതല്ല എങ്കിൽ അന്വേഷിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഈ കമ്മിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഷ്ണു, ഇതിപ്പോൾ ഈ ആരെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നത് ജോഷി സംവിധായകൻ, ഡോക്യുമെന്ററി സംവിധായകൻ, അതുപോലെ തന്നെ ഫാദർ അഗസ്റ്റിൻ വട്ടോളി എന്നിവരോടൊക്കെ ഈ കാര്യങ്ങൾ അറിയാം, ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് അന്ന് തന്നെ അവരെല്ലാവരും സ്ഥിരീകരിച്ചതുമാണ്. അപ്പോൾ അവർക്ക് എന്ത് നടപടിക്കും ഇതിൽ ഒപ്പം നിൽക്കാൻ തയ്യാറാണ് എന്നും ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് സാക്ഷിമൊഴികൾ എടുക്കുന്നതിലേക്കൊക്കെ ഇനി പോലീസ് കടക്കുമെന്ന് കരുതാം. അനുജ, അതൊരു സ്വാഭാവിക നടപടിയാണ്. ഈ പരാതിയിൽ താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, താൻ ആരോടെല്ലാം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെല്ലാമാണ് ഇതിന് ദൃക്സാക്ഷികൾ എന്ന് വളരെ കൃത്യമായി ശ്രീലേഖ മിത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയും അതോടൊപ്പം തന്നെ ഉറപ്പായും ജോഷി ജോസഫിൻ്റെ അടക്കം പേരുകളുണ്ട്. ജോഷി ജോസഫ് കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ പ്രതികരിച്ചതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ മിത്ര മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് പൂർണ്ണ പിന്തുണ തൻ്റെ ഭാഗത്ത് ഉണ്ടാകും. എന്താണെന്ന് സംഭവിച്ചത് അക്കാര്യങ്ങളെല്ലാം താൻ വിശദീകരിക്കും. അതുകൊണ്ട് തന്നെ ജോഷി ജോസഫിന്റെ മൊഴി എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതൊരു പക്ഷേ കടവന്ത്ര പോലീസായിരിക്കും ആ മൊഴി എടുക്കുക. നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ മെയിലിലേക്കാണ് ഈ പരാതി വന്നിരിക്കുന്നത്. ആ പരാതി അവിടെ നിന്ന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും. കടവന്ത്ര പോലീസായിരിക്കും ഈ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തുക. അതിൽ FIR ഇടുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക ഒരുപക്ഷെ ഈ
കടവന്ത്ര പോലീസ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ കേസ് കൈമാറ്റം ചെയ്യണമെങ്കിൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുക. ഉറപ്പായും ജോഷി ജോസഫിൻ്റെയും അതോടൊപ്പം ഈ വിഷയം അറിയാവുന്ന ശ്രീലേഖ മിത്രയുടെയും ശ്രീലേഖ മിത്ര പ്രതിപാദിച്ചിട്ടുള്ള മറ്റു പേരുകൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി അടക്കമുള്ള ആളുകളുണ്ട്, ഒരു വനിതയുണ്ട്, അവരുടെ അടക്കം മൊഴികൾ പോലീസ് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ FIR ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുക. അനുജ, ഇതിൽ ലൈംഗിക താത്പര്യത്തോട് സ്പർശിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. ആ തരത്തിലേക്ക് ക്രിമിനൽ നിയമ നടപടിയിലേക്ക് പോകണമെന്നത് തന്നെയല്ലേ ഇവരുടെ ആവശ്യം, വിഷ്ണു? അനുജ, സെക്ഷൽ ഇൻറ്റൻസോടുകൂടി രഞ്ജിത്ത് തന്നെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു എന്ന് കൃത്യമായി ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വകുപ്പുകളൊക്കെ ഉറപ്പായും ഈ കേസ് എടുത്തിട്ടില്ല, പരാതി മാത്രമാണ്. പ്രാഥമികമായി അന്വേഷിച്ച ശേഷമായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോകുക. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നോൺ ബെയിലബിൾ വകുപ്പ് അടക്കം ചേർത്തായിരിക്കും FIR രജിസ്റ്റർ ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നു, അതിനുശേഷം രഞ്ജിത്തിൻ്റെ രാജി ഉണ്ടാകുന്നു. പിന്നാലെ ശ്രീലേഖ മിത്ര പ്രതികരിച്ചത് താൻ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. പക്ഷേ നിയമ നടപടിയുമായി രഞ്ജിത്ത് മുന്നോട്ട് പോകുന്നു, ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരുപക്ഷെ അതായിരിക്കാം ഇത്തരത്തിൽ അടിയന്തരമായ ഒരു പരാതി നൽകാനും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കാനും ശ്രീലേഖ മിത്ര തയ്യാറായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു പ്രാഥമിക അന്വേഷണം ഉറപ്പായും ഈ പരാതിയിൽ ഉണ്ടാകും. അത് നടത്തുക കൊച്ചി സിറ്റി പോലീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഈ പരാതി ലഭിച്ചിട്ടുണ്ട്, അത് വിശദമായി വായിച്ചു വരികയാണ്. ഞാൻ ചോദിച്ചിരുന്നു, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിനായിരിക്കുമോ ഈ പരാതി കൈമാറുക എന്ന്. അപ്പോൾ പറഞ്ഞു പരാതി ഒന്ന് വിശദമായി പഠിച്ച ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഒരു പ്രാഥമിക അന്വേഷണം കൊച്ചി സിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലായിരിക്കും ജോഷി ജോസഫിന്റെയും ഫാദർ അഗസ്റ്റിൻ വട്ടോളി അടക്കമുള്ള ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുക. അന്ന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ശ്രീലേഖ മിത്ര ജോഷി ജോസഫിന്റെ അടുത്തേക്ക് എത്തിയത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്, ജോഷി ജോസഫിനോട് പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ ജോഷി അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ പോലീസിന് മുൻപാകെ പറയുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും FIR നടപടിയിലേക്ക് കടക്കുക. നോൺ ബെയിലബിൾ അടക്കം, അതായത് ജാമ്യമില്ലാ വകുപ്പ് അടക്കം രഞ്ജിത്തിന് എതിരെ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം സെക്ഷൽ ഇൻറ്റൻസോടുകൂടി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ തന്നെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഈ പരാതിയിൽ പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ആ വകുപ്പുകൾ ഉറപ്പായും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേസെടുക്കുകയും ആ വകുപ്പുകൾ ഉറപ്പായും എഴുതി ചേർക്കപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അനുജ, വിഷ്ണു, ഇതിൽ ഇന്നലെ രാജിവെച്ചതിന് ശേഷം രഞ്ജിത്ത് പറഞ്ഞത് സത്യം തെളിയേണ്ടതുണ്ട്, താൻ നിയമ നടപടിയിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ ആരോപണത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ. അദ്ദേഹം ആ തരത്തിലേക്ക് ഏതെങ്കിലും നിയമ നടപടിയിലേക്ക് പോയതായി നമുക്കറിയാമോ? ഇതുവരെ അത്തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണം രഞ്ജിത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഉറപ്പായും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് ഈ രാജിവെച്ച ദിവസം അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ശ്രീലേഖ മിത്രയിലൂടെ പുറത്തു വന്നത്. താൻ ചെയർമാൻ സ്ഥാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരു വിഭാഗം തനിക്കെതിരെ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും താൻ കുരുങ്ങിയില്ല. ഏറ്റവും ഒടുവിൽ ഒരു കോൺസ്പിറസി നടത്തി, ഒരു ഗൂഢാലോചന നടത്തി ശ്രീലേഖ മിത്രയിലൂടെ തനിക്കെതിരെ ഇത്തരത്തിലൊരു കള്ള പ്രചരണം നടത്താൻ ഈ കൂട്ടർ ശ്രമിച്ചു. അതാണ് സംഭവിച്ചത്. അതിൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല, തെറ്റ് സംഭവിച്ചിട്ടില്ല, ഒരു തരത്തിലും താൻ കുറ്റക്കാരനല്ല എന്നായിരുന്നു അന്ന് രഞ്ജിത്ത് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇത്തരത്തിൽ തൻ്റെ വ്യക്തിഹത്യ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിഹത്യ ചെയ്ത ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, ഈ നടിക്കെതിരെയും അടക്കം നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നെങ്കിലും ഈ ഘട്ടത്തിലൊന്നും അദ്ദേഹം പോലീസിനെയോ കോടതിയോ സമീപിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് വ്യക്തമല്ല. പക്ഷേ ഒരുപക്ഷെ രഞ്ജിത്ത് ഇത്തരത്തിലുള്ള